ഹലോ ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മളെല്ലാവരും ഈ വരുന്ന ഓഗസ്റ്റിലെ സാലറി സ്ലിപ്പ് നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം 3.6% സാലറി ഇൻക്രീസ് അല്ലെ പേ ഇൻക്രീസും കൂടെ ചേർത്തിട്ടുള്ള സാലറിയാണ്. അതും 4 മാസത്തെ ബാക്ക് പേ, ഇത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ബാക്ക് പേയും കൂടെ ചേർത്തിട്ടുള്ള സാലറിയാണ് നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. NHS ബാക്ക് പേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് 3.6% വെച്ചിട്ട് ഒരു വർഷം കിട്ടാൻ പോകുന്ന സാലറി ഇൻക്രീസിനെ ഒരു വർഷത്തിലുള്ള 52 ആഴ്ചയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് ഏപ്രിൽ മുതൽ ജൂലൈ വരെ വരുന്നത് 17 ആഴ്ചയാണ്. അതായത് ഏപ്രിലെ 4 ആഴ്ചയും മെയ്യിലെ 5 ആഴ്ചയും ജൂണിലെ 4 ആഴ്ചയും ജൂലൈയിലെ 4 ആഴ്ചയും കൂടെ ചേർത്തിട്ട് മൊത്തം 17 ആഴ്ചത്തെ പേയ്മെൻ്റ് ആണ് ഈ വരുന്ന ഓഗസ്റ്റിൽ നമുക്ക് സാലറി ബാക്ക് പേ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ സാലറിയുടെ കൂടെയാണ് അത് കിട്ടുന്നത്. അതുപോലെ തന്നെ NHSലെ സാലറി ബാക്ക് പേ ഞാൻ ഏകദേശം ബാൻഡ് 2 മുതൽ ബാൻഡ് 7 വരെയുള്ള ഏകദേശം കണക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ഓർക്കണം, ഞാനിത് ഈ പറയുന്നത് 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള ബേസിക് സാലറി വാങ്ങുന്ന ബാൻഡ് 2 മുതൽ ബാൻഡ് 7 വരെയുള്ള NHS സ്റ്റാഫിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ ബിഫോർ ടാക്സ് ആണ് ഞാൻ ഈ പൈസ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. ലണ്ടനിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ലണ്ടൻ അലവൻസും അതുപോലെ തന്നെ ഹൈ കോസ്റ്റ് അലവൻസും കൂടെ ചേർത്തിട്ടുള്ള സാലറി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ബാൻഡ് 2 ആണെങ്കിൽ 277 കൊണ്ട് 88 പെൻസ്, ബാൻഡ് 3 283 കൊണ്ട് 11 പെൻസ്, ബാൻഡ് 4 312 കൊണ്ട് 21 പെൻസ്, ബാൻഡ് 5 ആണ് 352 കൊണ്ട് 75 പെൻസ്, ബാൻഡ് 6 ആണ് 439 കൊണ്ട് 38 പെൻസ്, ബാൻഡ് 7 ആണ് 543 കൊണ്ട് 34 പെൻസാണ് നിങ്ങൾക്ക് ഈ വരുന്ന ഓഗസ്റ്റിൽ ബാക്ക് പേ ആയിട്ട് കിട്ടാൻ പോകുന്നത്. പ്രത്യേകം ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ സാലറി ഓഗസ്റ്റ് കിട്ടുന്നതിൻ്റെ കൂടെയാണ് ഈ ബാക്ക് പേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ ബാക്ക് പേ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.